ഇന്ന് നമുക്ക് ബ്രെഡിൻ്റെയും ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം. ഇത് മുട്ട വെച്ചിട്ട് 5 മിനിറ്റ് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ബട്ടറിൽ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡാവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നന്നായി മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഏകദേശം 1 കപ്പ് വരെ പാല് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതൊരു നുള്ള്, ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് അത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഒരു ചീസ് സ്ലൈസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ്ഗ് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെയും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക.